നമസ്കാരം. പ്രധാന വാർത്തകൾ. രാത്രി 9:30 ശേഷം ഹോസ്റ്റലിൽ പ്രവേശനമില്ല. കാലടി സർവകലാശാലയിലെ നിയന്ത്രണങ്ങൾക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം. കാലടി സംസ്കൃത സർവകലാശാല ഹോസ്റ്റലിലും ക്യാമ്പസിലും ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. രാത്രി 9:30 ശേഷം ഹോസ്റ്റലിൽ പ്രവേശിക്കരുതെന്ന് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. സർക്കുലർ അംഗീകരിക്കാനാവില്ല എന്നും സദാചാര ചിന്താഗതിയുടെ ഭാഗമായ തീരുമാനമാണിതെന്നും SFI വ്യക്തമാക്കി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ കൺവീനറായ സിൻഡിക്കേറ്റ് കമ്മിറ്റിയാണ് നിയന്ത്രണങ്ങൾക്ക് ശുപാർശ ചെയ്തത്. ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം നടത്തുന്ന ശൃംഖല തകർത്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ NCB കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തു. മുഖ്യ ഇടനിലക്കാരനാണ് എഡിസൺ. 2 വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തി വരികയായിരുന്നു. ലെവൽ 4 എന്ന വിശേഷണത്തിലാണ് ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയായ കെറ്റാമലോൺ പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് 600-ലധികം ലഹരി ഷിപ്മെന്റുകളാണ് ഇവർ നടത്തിയത്. 1127 LSD പിടികൂടി. 131.6 കിലോഗ്രാം കെറ്റാമിനും പിടികൂടി. 35 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ക്രിപ്റ്റോ കറൻസി വഴിയാണ് കച്ചവടം നടത്തിയത്. 6 മാസം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് NCBക്ക് ലഹരി ശൃംഖലയിൽ കടന്നുകയറാനായത്. ആലപ്പുഴയിൽ ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം ബന്ധുക്കൾ കണ്ടത്. കരുമാടി പടിഞ്ഞാറേമുറിയിൽ V മാധവൻകുട്ടിയാണ് വീടിന് പടിഞ്ഞാറ് വശത്തുള്ള വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 74 വയസ്സായിരുന്നു. അമ്പലപ്പുഴ പോലീസ് എത്തി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് സംസ്കരിക്കും. ഹരിപ്പാട് വീട്ടിലെ ശുചിമുറിയിൽ 5ാം ക്ലാസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീശബരി എന്ന 10 വയസ്സുകാരനാണ് മരിച്ചത്. മണ്ണാർശാല UPS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീശബരി. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ശുചിമുറിയിൽ കയറിയ കുട്ടിയെ ഏറെ നേരമായിട്ടും കാണാതായതിനെ തുടർന്ന് മുത്തശ്ശൻ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടിയുടെ അച്ഛന്റെ അനുജൻ ജീവനൊടുക്കിയിരുന്നു. ഇതിനുശേഷം കുട്ടി വലിയ വിഷമത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ കാരണമായി ഡോക്ടർ ഹാരിസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അത്തരമൊരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിനിടയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ നടന്ന അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇല്ലാത്ത ഉപകരണങ്ങൾ വളരെ വേഗം വാങ്ങി നൽകാറുണ്ട്. കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തി പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.